ചേച്ചി പറഞ്ഞൊരു വാചകം ഞാൻ എടുക്കുകയാണ്. കാരണം ഭർത്താവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളോട് എല്ലാവർക്കും ഒരു അധികാരമായിരിക്കും അല്ലേ, നമ്മൾ ഒറ്റയാണ്. പക്ഷെ എങ്ങനെ നമ്മൾ അത് തുഴഞ്ഞു നീങ്ങുന്നു എന്നൊന്നും കല്ലെറിയാൻ എല്ലാവർക്കും പറ്റുമെന്നേ. അതെ, പക്ഷെ കല്ലെറി കൊള്ളുന്നവന് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഈ വീട് വെച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി ചേച്ചി? ഇത് വെച്ചിട്ടിപ്പോ 15 വർഷമാറായി. പക്ഷെ ഇപ്പൊ കണ്ടാലും നല്ല പുത്തം പോലെ ഭയങ്കര രസമാണ് ഈ വീട് കാണാൻ കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ചേച്ചി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അതിന്റെ പിന്നിലെ കഥ എന്താ? സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചു? ഒന്നുമില്ല, നമ്മള് ആദ്യമായിട്ട് ഇത് ഇത്രയും വരും ഞാനൊരു മുറി അടുക്കളയും പണിയാം എന്നുള്ളൊരു ഇതിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ സമയം ഞാൻ പറഞ്ഞില്ല കുറേ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇതിന്റെ സ്റ്റക്ക് ആവാണ്ടായിരുന്നു പണിയൊക്കെ. കാരണം പെട്ടെന്നൊരു മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും കൂടെ വന്ന് അറിഞ്ഞില്ല ഇങ്ങനെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ പൈസ കിട്ടാണ്ട് പോയി പണി നടക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വെറുതെ 80 കൗണ്ടായി. അത്രയും കുറഞ്ഞു, ഭയങ്കര ഒരു അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയതാണ്. പിന്നെ എന്തോ ഈശ്വരൻ അവിടെ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് വന്നു. പിന്നെ വീണ്ടും വർക്കിന് പോയി തുടങ്ങി. അങ്ങനെ പണി എന്തോ കംപ്ലീറ്റ് ആയി. ഇപ്പം ഇത്രയും വർഷം ഈ ടെലിവിഷൻ സിനിമ മേഖലയിൽ നിന്ന് ചേച്ചിക്കൊരു വെല്ലുവിളി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അത് ഏറ്റവും കൂടുതൽ അതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇഷ്ടംപോലെ വിഷമിപ്പിക്കുന്നത് നമ്മൾ. പക്ഷെ വിഷമിച്ചുകൊണ്ട് നിൽക്കാൻ പോയാൽ വിഷമിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ സങ്കടപ്പെടാൻ സമയമില്ലായിരുന്നു. സങ്കടപ്പെട്ട് നിൽക്കാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വർക്കുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഭിനയിക്കാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അഴിച്ചു വെച്ചില്ലേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ പോവാണ്ടിരിക്കണ്ടോ കഥാപാത്രം എന്ന് പറയും. അപ്പൊ ഈ കഥാപാത്രം എങ്ങനെയായാലും പോയേ പറ്റുള്ളൂ. കാരണം നെക്സ്റ്റ് കഥാപാത്രം അല്ലെങ്കിൽ വീട്ടിലെ കഥാപാത്രം, വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളല്ലേ. അപ്പോ നമ്മളിവിടെ അവിടെ നിന്ന് അഭിനയിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ നെഞ്ച് കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ പ്രശ്നം ഉണ്ടാവാം, അല്ലെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇല്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഒരു സിംഗിൾ മദറിന് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. മദറിന് മാത്രമല്ല ഫാദറിനാണെങ്കിലും ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ അല്ലേ. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട്. പിന്നെ പുരുഷന്മാരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വീട് കൊണ്ടുപോകണ ബുദ്ധിമുട്ടേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. പെണ്ണുങ്ങളെ ഒറ്റക്കാണെങ്കിൽ പറഞ്ഞത് മാക്സിമം പറയാവുന്നത് മൊത്തം അവരെ പറയും. പക്ഷെ അവരെങ്ങനെ ജീവിക്കുന്നു? പട്ടിണിയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ഇവരാരും വരില്ല. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഒരു മേഖലയും അങ്ങനത്തെയാണ്. കാരണം എല്ലാവരും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കഥാപാത്രങ്ങളായിട്ടൊക്കെ. അപ്പൊ ഇവർക്ക് എന്താ കുറവല്ലേ, അങ്ങനത്തെ ഒരു രീതിയാണ് എല്ലാവർക്കും. അത് പറയാം എല്ലാവരും. നമ്മളിപ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോയാൽ ജീവിക്കുക, അതൊന്നും ഇങ്ങനെ കളയാത്ര. അതെ.